ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 10-ാം അധ്യായത്തിൽ ശമൂവേൽ പുരോഹിതൻ ശൗലിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി വാഴിക്കുന്നു. ജനം അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. എന്നാൽ അദ്ദേഹം രാജാവായി പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് അഭിഷേകം കഴിഞ്ഞ 1 മാസമായപ്പോഴേക്കും അമ്മോന്യ രാജാവായ നാഹാഷ് യബോഗിലെയാദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു പട്ടണത്തെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങി. അവിടെയുള്ള ജനം ഭയപ്പെട്ടു പോയി. കാരണം അവർക്ക് അവനെ എതിർക്കുവാനുള്ള ശേഷി ഇപ്പോഴില്ല. രാജാവ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അപ്പം അവരൊരു സന്ധി സംഭാഷണത്തിന് ഒരുങ്ങുകയാണ്. ആ കാലങ്ങളിൽ യുദ്ധം നേരിടേണ്ടി വരുമ്പോൾ യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്ത രാജ്യങ്ങൾ, അത് കീഴടക്കാൻ വന്ന രാജ്യങ്ങൾക്ക് കീഴ്പ്പെട്ട ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുക പതിവാണ്. അപ്പോൾ അമ്മോന്യ രാജാവായ നാഹാഷ് അവരോട് പറഞ്ഞു, സന്ധിയാകാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങളുടെ വലത് കണ്ണ് ഞാൻ ചൂന്നെടുക്കും. അതിന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. വലത് കണ്ണ് ചൂന്നെടുക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. 2, അവരെ അത് അപമാനിക്കലാണ്. അവരെ ബലഹീനരാക്കുന്നതിന് തുല്യമാണത്. അപ്പോൾ ജനം 7 ദിവസത്തെ അവധി അദ്ദേഹത്തോട് ചോദിക്കുന്നു. 7 ദിവസം മറ്റാരെങ്കിലും ഞങ്ങളെ രക്ഷിക്കുമോ എന്ന് ഞങ്ങൾ നോക്കാം, അതുവരെ ഞങ്ങൾക്കൊരു സാവകാശം തരണം. അദ്ദേഹം അത് അനുവദിക്കുന്നു. അവർക്ക് മറ്റ് രാജാവോ അല്ലെ മറ്റു കാര്യങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. 7 ദിവസത്തെ സാവകാശം ചോദിച്ചായ ജനം ശൗലിനെ ഈ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ശൗലിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ യുദ്ധം ചെയ്യാൻ അവൻ തയ്യാറാവുകയാണ്. കാരണം ദൈവത്താൽ വിളിക്കപ്പെട്ടവനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവികമായി അഭിഷേകം ചെയ്യപ്പെട്ടവനുമായൊരു രാജാവാണത്. അപ്പോൾ ശത്രു തൻ്റെ ജനത്തെ ആക്രമിക്കാൻ വരുമ്പോൾ നോക്കി നിൽക്കാനാവില്ല. പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളും ദൈവത്താൽ വിളിക്കപ്പെട്ടവരും അഭിഷേകം ചെയ്യപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമാണ്. നമ്മുടെ ശത്രു പിശാചാണ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ക്ഷമയോടെ നോക്കി നിൽക്കാൻ നമുക്കാവില്ല. നമ്മളതിനെ എതിർക്കും. അതിനോട് നമ്മൾ യുദ്ധം ചെയ്യണം. അപ്പോൾ ശൗല് ഇവിടെ ആദ്യമായി ചെയ്യുന്ന ഒരു കാര്യം, അദ്ദേഹം 2 കാളയെ കൊണ്ടുവന്ന് അതിനെ കൊന്നിട്ട് അതിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം ഇസ്രായേൽ ജനം പാർക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഈ അമ്മോന്യ രാജാവിനോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നോട് സഹകരിക്കുന്നില്ല എങ്കിൽ, എൻ്റെ കൂടെ കൂടുന്നില്ല എങ്കിൽ നിങ്ങളുടെ കാളുകളെയും ഇങ്ങനെ ഞാൻ കൊല്ലും. അന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്തായിരുന്നു മൃഗങ്ങൾ. അവ നശിക്കുക എന്നുള്ളത് ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരെല്ലാവരും അവിടെ ഒന്നിച്ചു കൂടിയിട്ട് ബെസേക്ക് എന്ന് പറയുന്നതായ സ്ഥലത്ത് അവർ ഒന്നിച്ചുകൂടി. എല്ലാവരും കൂടി ഏകദേശം 3,30,000 വരെ ആളുകളുണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നു. പിറ്റേ ദിവസം ശൗല് ജനത്തെ 3 ഭാഗമാക്കി മാറ്റി. പ്രഭാതത്തിൽ തന്നെ അവരോട് യുദ്ധം ചെയ്ത് അമ്മോന്യ രാജാവിനെയും അവരെയെല്ലാം തോൽപ്പിക്കുന്നതായ സംഭവം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ ഏത് പൈശാചിക ശക്തികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്?
ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആർക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ആ ദൈവത്തിലാണ് നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടൊപ്പമായിരിക്കുന്ന അനുഭവം നമുക്കുണ്ടാവും. പാപം ചെയ്യാനുള്ള ഏതൊരു പ്രവണതയും, അതാണ് ശത്രു, പാപചിന്തകളെയും പാപപ്രവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് അതിജീവിക്കാൻ അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശൗലിൻ്റെ നേതൃത്വത്തിൽ അമ്മോന്യരെയും അവരെയൊക്കെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിൽ ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെട്ടു, ശൗലിനെ രാജാവാക്കിയപ്പോൾ എതിർത്തവർ ഈ കൂട്ടത്തിലുണ്ട്, അവനെ അംഗീകരിക്കാത്തവരുണ്ട്, അവനെ തിരുമുൽ കാഴ്ച കൊണ്ടുവരാത്തവരുണ്ട്, അവരെ നമുക്ക് വധിക്കണം. പക്ഷേ ശൗൽ അത് സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ അത് ചെയ്യാം. കാരണം തൻ്റെ ശത്രുക്കളെ, ഈ ഒരു രാജ്യത്തെയും രാജാവിനെയും തോൽപ്പിക്കാമെങ്കിൽ ഇവരെ കുറച്ച് പേരെ തോൽപ്പിക്കുന്നത് യാതൊരു പ്രയാസവും, മൗനമായിട്ട് നിന്നാൽ മതി. പക്ഷെ അദ്ദേഹത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞതുകൊണ്ട് പുതിയൊരു ഹൃദയം, കഴിഞ്ഞ അധ്യായം നമ്മൾ വായിച്ചപ്പോൾ പുതിയൊരു ഹൃദയം അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം അതിനെ ഒരിക്കലും അവരെ അനുവദിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ യുദ്ധം ചെയ്തു, അതിൽ നിങ്ങൾ സന്തോഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ പിന്തിരിപ്പിക്കുകയാണ്. അവിടെ പ്രതികാര ബുദ്ധിയില്ല. ആര് തന്നെ എതിർത്താലും ദൈവം തന്നോടുകൂടെ ഉണ്ടെങ്കിൽ തനിക്കൊന്നും ഭയപ്പെടാനില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇപ്പോൾ ഈ ശൗലിനുണ്ട്. അതോടെ അദ്ദേഹം പറഞ്ഞു, എതിർക്കുന്നവർ എന്നെ എതിർക്കട്ടെ, സ്വന്തം ജനമായാലും അവർക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. പ്രിയമുള്ളവരെ, നമ്മളും നേരിടുന്നതായ ഒരു വലിയ പ്രശ്നം ഇതാണല്ലോ. നമുക്കും പലപ്പോഴും എതിർപ്പ് വരുന്നത് സ്വന്തം ആളുകളിൽ നിന്നാണ്, സ്വന്തം സമൂഹത്തിൽ നിന്നാണ്. അവരെ നശിക്കാനുള്ളവരല്ല, അവരെ നശിപ്പിക്കാനുള്ളതല്ല. അവസരം വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞ പോലെ ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് മാത്രമാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. അപ്പം അതിനുശേഷം 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരിക്കൽ കൂടി ഗിൽഗാലിൽ വെച്ച്, ആരാധനാ സ്ഥലത്ത് വെച്ച് ജനം ഒരിക്കൽ കൂടി ശൗലിനെ രാജാവായി പ്രഖ്യാപിക്കുന്നു. വീണ്ടും ശൗൽ കൂടുതൽ ആ ജനങ്ങളിൽ അംഗീകരിക്കപ്പെടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല എന്നുള്ള ഒരു വലിയ ചിന്ത ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ദൈവാത്മാവിൽ ഒരു പുതിയ ഹൃദയം പ്രാപിച്ചവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.